പ്രിയമുള്ളവരെ, ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സൊക്കെ ആയിട്ടും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണ് ചിക്ക്മാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്നും ചിക്ക്മാംഗ്ലൂരിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. ശനിയാഴ്ച ഉച്ചക്ക് 12 മണിക്ക് ഒരു റീൽസ് കണ്ടാണ് ഉണ്ടാക്കിയ ഒരു പ്ലാനിങ് ആയിട്ടോ. പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങും ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയ അപാകതകളൊക്കെ ടൂറിലുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ 2:30 മണിയായപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ചിക്ക്മാംഗ്ലൂരിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. വീടിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഡീസലും അടിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്നും ചിക്ക്മാംഗ്ലൂരിലോട്ടുള്ള ദൂരം 239 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഏകദേശം 4.5 മണിക്കൂറാണ് സമയം കാണിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ടൗണ് വിടാൻ തന്നെ ഏകദേശം നമുക്ക് 1 മണിക്കൂർ സമയമെടുത്തു. നല്ല ട്രാഫിക് ആയിരുന്നു. ഉച്ചയ്ക്ക് 2:30 മണിക്കാണെങ്കിലും റോഡുകളെല്ലാം നല്ല തിരക്കായിരുന്നു. പോകുന്ന വഴിക്ക് 4 സ്ഥലങ്ങളിലായിട്ട് ടോൾ ബൂത്തുകൾ വരുന്നുണ്ട്. ടോൾ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വന്നത് 255 രൂപയാണ് വൺ സൈഡ്. ടോൾ എക്സ്പെൻസ് എന്തായാലും നമുക്ക് നഷ്ടമായി തോന്നില്ല. നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള റോഡുകളാണ് ചിക്ക്മാംഗ്ലൂരിലോട്ടുള്ള റോഡുകൾ. മഴയോടുള്ള യാത്ര അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. ആ മഴ ആകട്ടെ അധികം ദൂരം നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയമായിരുന്നു. ടോൾ ബൂത്തിനടുത്തായിട്ട് ഒരു എംപയർ ഹോട്ടൽ കണ്ടു. അവിടേക്ക് വണ്ടി സൈഡാക്കി. എംപയർ ഹോട്ടലാകട്ടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റും അതുപോലെ പ്രയർ റൂമും എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹോട്ടലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ കൂടിയായിരുന്നു എംപയർ. 5:30 മണി ആയതുകൊണ്ട് ആണോ എന്നറിയില്ല, ചെറുകടികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചായ മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. ചിക്ക്മാംഗ്ലൂരിൽ എത്തുമ്പോൾ ഏകദേശം രാത്രി 8:30 മണിയായിട്ടോ. ഹോട്ടലുകളൊന്നും ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കിട്ടാത്തത് കൊണ്ട് റൂം തിരഞ്ഞ് ഒരുപാട് അലയേണ്ടി വന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് ഇല്ലാത്ത ഒരു യാത്രയായിരുന്നു. എന്തായാലും അധികം വിഷമിക്കേണ്ടി വന്നില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു റൂം റെഡിയായി കിട്ടി. റൂമിന് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നത് 2500 രൂപയാണ്. അതിനുള്ള സൗകര്യമുണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ എവിടെ റൂം എടുത്താലും ഫസ്റ്റ് നോക്കുന്നത് ടോയ്ലറ്റ് ആണ്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിരുന്നു. ഹോട്ട് വാട്ടർ സൗകര്യവും ഉണ്ടായിരുന്നു. രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങി. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ മുൻവശം. സ്കൈലാൻഡ് ഇന്നാണ് ഹോട്ടലിന്റെ പേര്. രാത്രി ആയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് ചിക്ക്മാംഗ്ലൂർ ടൗണിലെ റോഡുകൾ നല്ല മികച്ച രീതിയിലുള്ളത് തന്നെ എന്ന് പറയാം. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, രാത്രിക്കത്തെ അത്ര തിരക്ക് റോഡിൽ കാണുന്നില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ. അതിനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടെത്തി. വെജിറ്റേറിയൻ ഹോട്ടൽ കയറിയ നമ്മുടെ ഫേവറേറ്റ് മസാല ദോശ തന്നെയാണ്. മസാല ദോശയും ഒരു ചായയും ഓർഡർ കൊടുത്തു. ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ വ്യൂ പോയിന്റിലോട്ടുള്ള യാത്ര തുടങ്ങി. ചിക്ക്മാംഗ്ലൂർ ടൗണിൽ നിന്നും ഏകദേശം 39-49 കിലോമീറ്റർ ദൂരമാണ് വ്യൂ പോയിന്റിലോട്ട് വരുന്നത്. പോകുന്ന വഴികളിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. ആ മുന്നിൽ കാണുന്ന മലയിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. ചിക്ക്മാംഗ്ലൂരിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ വരുന്നുണ്ട്. ഹെബെ വാട്ടർഫാൾസ്, ജെറി വാട്ടർഫാൾസ്, മുള്ളേങ്കിരി വ്യൂ പോയിന്റ്, നേത്രാവതി വ്യൂ പോയിന്റ്. നമ്മൾ പ്ലാനിംഗ് ഇല്ലാത്ത വരവായത് കൊണ്ട് അവിടേക്കൊന്നും പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയെല്ലാം എത്തിപ്പെടാൻ സാധിക്കും. ചിക്ക്മാംഗ്ലൂർ ടൗണിൽ നിന്നും കുറച്ച് മുന്നിലോട്ട് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ചെറിയ ടൗൺ എത്തും. അവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വേണം മുള്ളേങ്കിരി വ്യൂ പോയിന്റിലോട്ട് പോവാൻ. ചിക്ക്മാംഗ്ലൂരിൽ മെയിനായിട്ട് വരുന്നത് കാപ്പി പ്ലാന്റേഷൻ ആണ്. റോഡിന്റെ ഇരുവശങ്ങളിലും കാപ്പി പ്ലാന്റേഷൻ തന്നെയാണ് കാണാനുള്ളത്. ചിക്ക്മാംഗ്ലൂർ ടൗണിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ തന്നെ കാലാവസ്ഥ പാടെ മാറിയിട്ടോ. നല്ല കോടാമഞ്ഞും തണുത്ത കാറ്റും. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 10-10:30 മണി സമയമായിട്ടുണ്ട്. എന്നിട്ടും നല്ല തണുപ്പും അതുപോലെ കോടാമഞ്ഞുമായിരുന്നു. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാ. കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ കാണാന്. അടിപൊളി സ്പോട്ടുകളാണ്. പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള, വീഡിയോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊക്കെ ആസ്വദിച്ചിട്ട് വേണം യാത്ര. എന്താ പറയാ, ഇതിന്റെ ഭംഗി ഉണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. നേരിട്ട് വന്നിട്ട് തന്നെ ഇത് ആസ്വദിക്കണം. ഇതിന്റെ ആ തണുപ്പും ആ കോടാമഞ്ഞും ആ വ്യൂ പോയിന്റുകളൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വരണം. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇതൊരു പ്രത്യേക അനുഭൂതി ആയിരിക്കും കേട്ടോ. ഒരുപാട് വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാനുണ്ട് പോകുന്ന വഴികളിലെല്ലാം. പോകുന്ന വഴിക്ക് ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അവിടുത്തെ തിരക്ക് കാരണം അവിടെ ഒന്നും ഇറങ്ങിയില്ല. തിരക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ ഇറങ്ങാതെ ഇരുന്നത്. നമുക്ക് എന്തായാലും ടോപ്പിലെ വ്യൂ പോയിന്റ് കാണണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പോകുന്ന റോഡ് സൈഡിലൊക്കെ ചെറുകിട കടകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് കഴിക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട കുക്കുംബറും അതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തതും നമ്മൾ ഓരോ പ്ലേറ്റ് വാങ്ങി. ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് തന്നെ നമ്മളത് കഴിച്ചു. ഈ കടകൾ നിൽക്കുന്ന ഏരിയയും അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ. നല്ല കാണാനുള്ള ഭംഗിയുള്ള കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം. ടോപ്പിലോട്ട് ഏകദേശം അടുക്കാറായി. അതിനടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം അടിഭാഗത്തുള്ള റോഡുകളെല്ലാം നമുക്ക് കാണാനും സാധിക്കും. എന്തായാലും നമ്മൾ ടോപ്പ് വ്യൂവിന്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടെ ചെറുകിട കച്ചവടക്കാരുമുണ്ട്. നല്ല രീതിയിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങിനൊന്നും ഒരു ഫീസും ഇവരാരും വാങ്ങുന്നില്ല കേട്ടോ. നമ്മൾ ഇത്രയും ഏരിയകളൊക്കെ പോയിട്ടും ഒരുപാട് ഏരിയകളിൽ വണ്ടി പാർക്ക് ചെയ്തു. അതുപോലെ ഒരു ടിക്കറ്റ് ചാർജോ ഒരു പാർക്കിംഗ് ചാർജോ ഒന്നും ഇവിടെ ഇല്ല.
വെള്ളി ശനി ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ റൂം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടേ വരാവൂ. എന്താന്ന് വെച്ചാൽ റൂം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരിൽ നിന്നും കമ്പനികളിലും മറ്റു ജോലികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവരുടെ വീക്കെൻഡ് ആഘോഷിക്കാൻ എത്തുന്ന ഒരു ഇടം കൂടിയാണ് ചിക്ക്മാംഗ്ലൂർ. അതുകൊണ്ട് റൂം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി പാർക്കിങ്ങിൽ നിന്നും വ്യൂ പോയിന്റിലോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വഴികൾ അധികം ബുദ്ധിമുട്ടുള്ള വഴികളൊന്നല്ല, നല്ല രീതിയിലുള്ള വഴികൾ തന്നെയാണ്. ഇത് കണ്ണൂരിലുള്ള കുറച്ച് ടീമുകളാണ് കേട്ടോ. ഇവരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നും ഏകദേശം ഇങ്ങോട്ട് 260 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മുകളിലത്തെ വൈബ് ഉണ്ടല്ലോ, ആ കോടമഞ്ഞും തണുപ്പും കാറ്റും ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് തന്നെ പറയാം. അത് നേരിട്ട് വന്നിട്ട് തന്നെ അനുഭവിക്കണം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കോട ഒന്നായിട്ട് മൂടിയിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു വൈബ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത രൂപത്തിലുള്ള ഒരു വൈബ് എന്ന് തന്നെ പറയാം. അത് ഈ കുന്നിന്റെ മുകളിൽ കയറിയാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അത് കുറച്ച് നടക്കാൻ കഴിയണം, എന്നെങ്കിലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വന്നിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് എന്ന് തന്നെ പറയാം. കാഴ്ചകൾ കണ്ട് മടങ്ങാനായപ്പോഴേക്കും 2 മണി സമയമായി. നല്ല മഴയും തുടങ്ങി, അതുപോലെ നല്ല രീതിയിലുള്ള ട്രാഫിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് ആവാം ഈ തിരക്ക്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന തിരക്കിലും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കയറുന്ന തിരക്കിലും അതിന്റെ ഇടയിൽ ഒരുപാട് കേരള വണ്ടികളും കാണാനിടയായി. ഒരു വിധത്തിൽ ട്രാഫിക്കിൽ നിന്നും രക്ഷപ്പെട്ടു. എയർപിൻ വളവുകൾ ഇറങ്ങുമ്പോൾ ഒരു വിധത്തിലും കാണാൻ പറ്റാത്ത കോടമഞ്ഞായിരുന്നു. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ മെയ് മാസമോ ജൂൺ മാസമോ ജൂലൈ മാസമോ ഈ മാസങ്ങളിൽ ഏതെങ്കിലും മാസം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ സമയത്താണ് ഇവിടെ ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ കഴിയുക. പ്ലാനിംഗ് ഇല്ലാത്ത യാത്രയാണെങ്കിലും അടിപൊളി യാത്ര എന്ന് തന്നെ പറയാം. ചിക്കമാംഗ്ലൂർ ടൗണിൽ നിന്നും ഉച്ചഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ടുള്ള മടക്ക യാത്ര ആരംഭിച്ചു. മടങ്ങുന്ന വഴിക്ക് കണ്ട ഒരു ഡാമായിരുന്നു ഇത്. ഡാം കാണുവാൻ ഉള്ളിലോട്ട് കയറാൻ ടിക്കറ്റ് ചാർജോ അതല്ലെങ്കിൽ പാർക്കിംഗ് ചാർജോ അവർ ഈടാക്കുന്നില്ല എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഡാമിന്റെ വിശേഷങ്ങളും കണ്ട് ഞങ്ങൾ വീട്ടിലോട്ടുള്ള മടക്കയാത്ര ആരംഭിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പോരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തിൽ 2 സൈഡിലും ഒരു കച്ചവടം. അതെന്താ എന്നുള്ളത് നിങ്ങളെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.